ഇപ്പോൾ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടി ഹൗസിലാണ് ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥർ അകത്ത് അതിന്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറായി ഇവിടെ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഉള്ളിലുള്ള ജീവനക്കാരോട് കുറച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചാരായുകയും മറ്റു വിവരങ്ങൾ തേടുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ 3 വീടുകളിലായിട്ടാണ് ഇന്ന് പരിശോധനയുള്ളത്. അതിൽ എളംകുളത്തെ ദുൽഖറിന്റെ വീട്, ഒപ്പം തന്നെ ഈ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടി ഹൗസ്, ചെന്നൈയിലുള്ള ഒരു വീട്, ഇങ്ങനെ 3 വീടുകളിലായി പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്റ്റംസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധനയും ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഹൈക്കോടതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള പരിശോധനകൾ അതിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കസ്റ്റംസ് പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഇതിന് തൊട്ടുപിറകെ ഇതിൽ കള്ളപ്പണത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരികയും ഇ.ഡി. അതിൽ കസ്റ്റംസിനോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ശ്രമം നടത്തിയിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇ.ഡിയുടെ ഒരു പരിശോധന കൂടി വരുന്നത്. അതിൽ ഏത് രീതിയിലാണ് ഈ ഒരു വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത തേടുക, കൂടുതൽ അതിൽ സാധൂകരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇ.ഡിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അന്ന് ഈ ഭൂട്ടാൻ കടത്തുമായി ബന്ധപ്പെട്ട ഈ വാഹനം ദുൽഖറിന് തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ കഴിയുകയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ കസ്റ്റംസ് അറിയിച്ചത്. ഒപ്പം തന്നെ അത് അനുഭാവപൂർവ്വം പരിഗണിക്കണം, അത്തരത്തിലുള്ള ഒരു ഹർജി അനുഭാവപൂർവ്വം ദുൽഖറിന്റെ ഹർജി പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം ഇന്നലെ കസ്റ്റംസിനോട് ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ വീടുകളിൽ വ്യാപകമായി തന്നെ ഇ.ഡിയുടെ പരിശോധന വരുന്നത്. ഉദ്യോഗസ്ഥർ ഏകദേശം 1 മണിക്കൂറോളായി ഇപ്പോഴും ഈ പരിശോധന പനമ്പള്ളി നഗറിലുള്ള വീടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു രേഖകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ഏകദേശം 20 വർഷത്തെ അതിന്റെ രേഖകൾ ഹാജരാക്കും എന്നുള്ളതായിരുന്നു ദുൽഖർ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ അതിനുള്ള എല്ലാ രേഖകളും തന്റെ കയ്യിലുണ്ട് എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു പരിശോധനയുടെ ഉൾപ്പെടെ ലക്ഷ്യം.